കൊല്ലം പെരുന്നാട് ഈഴംതറ ഭാഗത്ത് 2 ദിവസമായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതോടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന 10ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായി. വെള്ളക്കെട്ടിലൂടെയുള്ള യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. കൊല്ലം പെരുന്നാട് പഞ്ചായത്തിലെ 17ാം വാർഡിൽ ഈഴംതറ ഭാഗത്തായിട്ടാണ് 2 ദിവസമായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഈ ഭാഗത്ത് 10ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. തോരാതെ പെയ്യുന്ന മഴയിൽ ഇവിടെ നിന്ന് താമസം മാറിപ്പോയ ആൾക്കാരുമുണ്ട്. വയൽ പ്രദേശമായതിനാൽ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും വീട് കൊടുക്കാൻ കഴിയില്ല എന്നാണ് അധികാരികൾ പറയുന്നത്. പ്ലൈവുഡ് കൊണ്ടും മറ്റും മറച്ച വീടുകളിലാണ് മിക്കവാറുമുള്ളവർ താമസിക്കുന്നത്. വീടിനുള്ളിൽ വെള്ളമായതിനാൽ പുറത്തിട്ടാണ് ഇവർ പാചകം ചെയ്യുന്നത്. വെള്ളക്കെട്ടിലൂടെയുള്ള യാത്ര പോലും ദുസ്സഹമാണ്. ഈ പെരയുടെ ആണെങ്കിൽ അത് അതിൽ പാടായിട്ട് കാടനും പട്ടിയും കാരണം അതിനകത്ത് കിടക്കാനും നിൽക്കത്തില്ല. പട്ടി പെറ്റി കിടക്കുക അതിനകത്ത്. പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴുകി പോകണമെങ്കിൽ താഴോട്ടല്ല പോകാനൊക്കെ, മുകളിലോട്ടായാലും പോകത്തില്ലല്ലോ. എന്താ ചെയ്യാനാ? ഇതാകെ എരിയത വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കാനൊക്കത്തില്ല. പെര വരെ ഇടിഞ്ഞിരിക്കുക, കണ്ടില്ലേ? എല്ലാം ഇടിഞ്ഞിരിക്കുക. ആവേശം കൊടുത്തത് പോലും അവരെ വായിലാണെന്ന് പറയാൻ തള്ളി. എന്താ ചെയ്യാനാ? പ്രദേശവാസികൾക്ക് അസുഖം വരികയാണെങ്കിൽ കിലോമീറ്ററോളം ചുമന്നാണ് ഇവർ രോഗികളെ വാഹനങ്ങളിൽ എത്തിക്കുന്നത്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഇവർ വീട് നിർമ്മിക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്നു. പകുതി നിർമ്മാണ പ്രവർത്തനം നടത്തി ഉപേക്ഷിച്ച മട്ടിലാണ്. തെരുവുനായ്ക്കളുടെയും കുറുനരികളുടെയും ശല്യം ഇവിടെ രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു. കിണറ്റിന് പോലും വെള്ളം കോരി കുടിക്കാൻ വയ്യ. കാല് വയ്യാതെ ഇവിടെ എനിക്ക് നടക്കാൻ വടി ഇടിച്ചു പോയാലും മെനഞ്ഞാന്നും ചെന്ന് മൂലം ഇടിച്ച് വീണ് എനിക്കൊരു വിധത്തിൽ ഒരു കടയിൽ പോകാനും ഒന്നും വയ്യ. കാലിത്രയും വൃണമായി കഴിഞ്ഞ വെള്ളത്തിൽ ചവിട്ടി. പിന്നെ ഇവിടെ എല്ലാം കിടക്കുന്ന മോൻ കണ്ടോ, എന്നും ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കും. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ എനിക്ക് കളപ്പിലായ മുക്കിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ കാല് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇപ്പോൾ ഉണക്കായപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങ് പോയി, വെള്ളമില്ല. ഇപ്പോൾ വെള്ളം വന്നപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പം അത് കുടിക്കാൻ സമ്മതിക്കത്തില്ല. എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. അവർ കടയിൽ പോകണം. ഞങ്ങളെ കണക്ക് കഷ്ടപ്പെടുന്ന ആരും ഇല്ല ഇവിടെ കേട്ടോ. മാറി മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ ഇടത്തോടുകൾ ഉണ്ടെങ്കിലും കാടുകയറി നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയ നിലയിലാണ്. കാലവർഷം ശക്തമാകുന്നതോടെ ഈ പ്രദേശവാസികളുടെ ജീവിതം ഇനിയും ദുരിതപൂർണമാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.